നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലൂടെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട മഹത്വമാണ് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. മദീനയിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അങ്ങനെ നിസ്കരിക്കുന്നു. ചിലര് പറഞ്ഞതുപോലെ, വാദിച്ചതുപോലെ യഹൂദി നസാറാക്കളെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനോ അവരെ ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ വേണ്ടിയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തത്. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് അത് അംഗീകരിച്ചു. എന്താണോ അള്ളാഹു നിർദ്ദേശിക്കുന്നത് അത് ഏറ്റവും അധികം അംഗീകരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ മുർസലുകൾ. അതിലേറ്റവും വലിയ സ്ഥാനമുള്ള മഹാനരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം അള്ളാഹു നൽകിയപ്പോ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കത് വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധിയായി പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. വമാ ജഅൽനൽ ഖിബ്ലതല്ലതീ കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. ഇങ്ങനെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് യഥാർത്ഥത്തിൽ തങ്ങളുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നവരാരാണ്, പിന്തിരിഞ്ഞു പോകുന്നവരാരാണ് എന്ന് മറ്റുള്ളവർക്കൊരു തിരിച്ചറിവ് നൽകാൻ വേണ്ടി കൂടിയാണ്. വിശ്വാസരംഗത്ത് വൈകല്യം ബാധിക്കാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിടുന്നത് അങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ നിസ്കരിക്കണം. അതിന് മാറ്റമൊന്നുമില്ല. കാരണം തങ്ങളോട് അല്ലാഹു അങ്ങനെയാണ് മുന്നിടാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ തന്നെ നിസ്കരിക്കണം. ആ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചതിന്റെ പിന്നിൽ പൂർവികരായ അമ്പിയാക്കളോട് ഒരു അനുധാവനം ചെയ്യുക എന്നൊരു വിശിഷ്ടമായ കാര്യം കൂടിയുണ്ട്. കാരണം നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം തുടങ്ങി ഒട്ടനേകം നബിമാരുടെ ഖിബ്ലയാണ് ബൈത്തുൽ മഖ്ദിസ്. അതുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കി കാണിക്കുന്നുണ്ട്. എല്ലാ നബിമാരെയും അംഗീകരിക്കുന്ന നേതാവാണ് അവിടുന്ന്. ഒരൊറ്റ നബിയെയും മാറ്റി നിർത്തുന്ന നേതാവല്ല. ഒരു നബിക്കിടയിലും വിഭിന്നമായ കാഴ്ചപ്പാട് നൽകി അവർക്ക് സ്ഥാനമാനങ്ങൾ കുറക്കുന്ന നേതാവല്ല. എല്ലാ നബിമാർക്കും അല്ലാഹു നൽകിയ അംഗീകാരവും സ്ഥാനവും ബഹുമാനവും അംഗീകരിച്ച് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിലെ എല്ലാവരുടെയും നേതാവായിട്ട് പോലും തങ്ങളെല്ലാ നബിമാരെയും പിൻപറ്റി ജീവിക്കുന്നു. ഖുർആൻ തങ്ങളോട് നൽകിയ നിർദ്ദേശവും അങ്ങനെയാണ്. സൂറത്തുൽ അൻആമിൽ ഒരുപാട് നബിമാരുടെ പേര് എണ്ണി എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. നബിയെ, ഇത്രയും എണ്ണി പറഞ്ഞ ഈ മഹത്വമുള്ള അമ്പിയാക്കൾ അവർ അല്ലാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചവരാണ്, നേർവഴിയിൽ ജീവിക്കുന്ന മഹാന്മാരാണ്. അവരോട് തങ്ങൾ പിൻപറ്റണം. ആ ഇത്തിബാ സ്വീകരിച്ചുകൊണ്ട് തങ്ങൾ അങ്ങനെ നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ നിസ്കരിക്കുമ്പോഴും തങ്ങളുടെ മനസ്സിലെ മോഹം പരിശുദ്ധമായ കഅബയിലേക്കൊന്ന് തിരിഞ്ഞു കിട്ടണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖിബ്ല കഅബയാണ്. ആ കഅബയിലേക്കൊന്ന് തിരിയാനുള്ള മോഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിയുമ്പോ തങ്ങൾ മുകളിലേക്ക് നോക്കും, വഹയുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ എന്ന്. അതാണ് അല്ലാഹു പറഞ്ഞത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. അങ്ങയുടെ തിരുമുഖം മുകളിലേക്ക് ഇങ്ങനെ മാറി മറിയുന്നത് നാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. നബിയെ, തങ്ങളുടെ തൃപ്തി പ്രകാരം കഅബത്തുൽ മുശറഫയാണ് തങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫവല്ലി വജ്ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ.
തങ്ങൾ തൃപ്തിപ്പെടുന്ന കഅബയിലേക്ക് തങ്ങളെ നാം തിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞ ഞാൻ തൃപ്തിപ്പെടുന്ന കഅബയിലേക്ക് എന്നല്ല, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ, തങ്ങൾ ഏതാണോ തൃപ്തിപ്പെടുന്ന ഖിബ്ല അത് തന്നെയാണ് നബിയെ എനിക്കും തൃപ്തി, അവിടുത്തെ തൃപ്തിയാണ് എന്റെയും തൃപ്തി. അതുകൊണ്ട് ആ ഖിബ്ലയിലേക്ക് തങ്ങളെ നാം തിരിക്കുന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് തങ്ങൾ നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്, 16 മാസക്കാലം. മറ്റും ചില അഭിപ്രായങ്ങൾ കാണാം, ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച് മരണപ്പെട്ടുപോയ കുറെ മഹാന്മാരുണ്ട്. കഅബയിലേക്ക് തിരിയാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല. ഈമാനിലായിട്ട് അവർ തിരിഞ്ഞ് നിസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസിലേക്കാണ്. പിന്നെയാണ് ഈ നിയമമാറ്റം വരുന്നത്. അപ്പോൾ ചില ആളുകൾക്കിടയിൽ നേരത്തെ നിസ്കരിച്ച കുറെ മുഅ്മിനീങ്ങൾ വഫാത്തായി പോയി. അവരുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈമാനോടുകൂടെ അവർ നിസ്കരിച്ചത്. ഇപ്പൊ നിയമം മാറിയല്ലോ, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനല്ലേ പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞു, സ്വഹാബത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശങ്ക വന്നപ്പോൾ, വമാ കാനല്ലാഹു ലിയുളിയ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. ഒട്ടും പേടിക്കേണ്ടതില്ല. ഈമാനോടുകൂടെ ആ പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിലേക്ക് നിസ്കരിച്ച നിസ്കാരം ഒരൊറ്റൊന്നും അല്ലാഹു തആല നഷ്ടപ്പെടുത്തി കളയൂല. വമാ കാനല്ലാഹു ലിയുളിയ ഈമാനകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഈമാന് എന്നതിന് മഹാന്മാരിൽ അധിക പണ്ഡിതന്മാരും കൊടുത്തിരിക്കുന്ന തഫ്സീർ സ്വലാത്തക്കും നിസ്കാരം. അള്ളാഹു ഈമാൻ എന്നാ പറഞ്ഞത്, തഫ്സീറിൽ അതിന് എഴുതിയിരിക്കുന്ന നിസ്കാരം എന്നാണ്. നിസ്കാരവും ഈമാനും തമ്മിൽ അത്രയും വലിയ ബന്ധമുണ്ട്. അതുകൊണ്ടല്ലേ ഈമാനെ പറ്റി നിസ്കാരം എന്ന് മഹാന്മാർ തഫ്സീർ എഴുതിയത്. നിസ്കരിക്കുന്നവനാണെങ്കിൽ അവർ മുഅ്മിനായിട്ട് പരിഗണിക്കാൻ പറ്റും. അത് വെറുതെ എഴുതിയതല്ല. ഈ നിസ്കാരത്തെ പറ്റിയായിരുന്നു അവരുടെ മനസ്സിലുള്ള ആശങ്ക. പക്ഷെ ഈമാനോടുകൂടെയല്ലേ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചത്. കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ അവർക്ക് തൗഫീഖ് ഉണ്ടായിട്ട് അതിനു മുമ്പ് ഒരു വഫാത്തായി പോയി. ആ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെയും ഈമാനോടുകൂടെ നിർവഹിച്ചത് കൊണ്ട് ആ അമലൊന്നും ബാത്തിലാകൂല. സത്യത്തിൽ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു നിസ്കാരമില്ല. ഇന്ന് നമ്മൾ നിസ്കരിക്കുന്നത് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കഅബത്തുൽ മുശറഫയിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനോടെ ജീവിക്കുമ്പോ നിയമത്തിൽ നിന്നൊരു ചെറിയ ചേഞ്ച് വന്നാലും ഈമാനോടെ നിർവഹിച്ചൊരു അമലാണോ ഒരിക്കലും അത് നഷ്ടമായി പോകൂല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസരായ വിശ്വാസികളോട് വല്ലാതെ കൃപയും കാരുണ്യവും നിറഞ്ഞവനാണ്. അതുകൊണ്ട് അവർ ഈമാനോട് ചെയ്യുന്നൊരു അമലും അല്ലാഹു തആല വിഫലമാക്കുകയില്ല. അതിന് വലിയ ഫലവും വലിയ സന്തോഷവും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നൽകും. അതിന് വലിയ സ്വീകാര്യതയും അല്ലാഹു നൽകും. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള അമല് നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് നിൽക്കുമ്പോ ഞാൻ ആമുഖമായി പറഞ്ഞൊരു വിഷയതാണ്, നമ്മളെ അല്ലാഹു പരിഗണിക്കാൻ എന്താണ് നമ്മളിൽ കാര്യമായിട്ട് അല്ലാഹു തആല കാണുന്നത്. അല്ലാഹു തആല ജനങ്ങളിൽ കാണുന്നത് ഈമാനും അമലുമാണ്. ഈമാനാണ് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പരിഗണന. മുഅ്മിനായ ഒരു മനുഷ്യൻ, ഈമാനുള്ള ആണ് പെണ്ണ്, അവരെയാണ് അല്ലാഹു ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത്. ആ പരിഗണന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകാവസാനം എന്ന് പറയുന്ന ഒരു മഹാസംഭവം ഇവിടെ നടക്കുമ്പോ, എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഊത്ത് നടക്കുന്നതിന്റെ മുമ്പ് വലിയ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്. إذا الشمس كبرت وإذا النجوم انكدرت وإذا الجبال سيرت وإذا الإشار عطلت وإذا الوحوش حشرت وإذا البحار سجرت. ഒന്നാമത്തെ ഊത്തിന് മുമ്പ് നടക്കുന്ന പ്രധാനപ്പെട്ട 6 സംഭവങ്ങൾ നടക്കുമ്പോ ഭൂമിയുടെ ഉപരിഭാഗത്ത് ഒരൊറ്റ മുഅ്മിനുണ്ടാവൂല. മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ തെറ്റിപ്പോകാൻ പാടില്ല. അവന് പേടിയോടുകൂടെ ഭയത്തോടുകൂടെ വേറെന്തെങ്കിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഇത്രയും കാലം സൂക്ഷിച്ച ഈമാനൊക്കെ പോയി പോകും. മുഅ്മിനീങ്ങളായ ആൾക്കാരെ മൊത്തം കൊണ്ടുപോയിട്ടാണ്
സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വലിയ വലിയ ലക്ഷണങ്ങളൊക്കെ ലോകത്ത് സംജാതമായി കഴിഞ്ഞാൽ അവസാനം യമനിൽ നിന്ന് നല്ലൊരു തണുത്ത കാറ്റ് വരും. ആ കാറ്റ് വന്നിട്ട് മുഅ്മിനീങ്ങളുടെ ശരീരത്തിൽ, അവരുടെ കക്ഷഭാഗത്തും അവരെ മൂക്കിലുമൊക്കെ കാറ്റടിച്ച് വീശുമ്പോ ഈമാനോടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആണും പെണ്ണും വേർപിരിയും, എല്ലാവരും മരിച്ചു പിരിയും. ഫതബ്ഖാ ശിറാറുന്നാസ്. ഫതബ്ഖാ ശിറാറുന്നാസ്. ദുർജനങ്ങൾ മാത്രം ഭൂമിയിൽ ശേഷിക്കും. ഫതഖൂമു അലൈഹിമുസ്സാഅ. അവരിലാണ് ഇവിടെ ഖിയാമത്ത് നാൾ സംവിധാനിക്കുന്നത്, സംജാതമാകുന്നത്. ഈമാനുള്ള മനുഷ്യന്മാരൊക്കെ അല്ലാഹു ബഹുമാനത്തോടെ നേരത്തെ കൊണ്ടുപോയി. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ തന്നെ വലിയ വലിയ ഫിത്നകളൊക്കെ വരുന്നതിന്റെ മുമ്പ് നല്ല ഊക്കുള്ള ഈമാനുള്ള മുഅ്മിനീങ്ങൾ നേരത്തെ നടന്നു നീങ്ങുകയാണ്. എത്ര ഫിത്നകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. ഇന്ന് നടക്കുന്ന, നമ്മൾ കാണുന്ന, കേൾക്കുന്ന ഫിത്നകൾ കാണാനോ കേൾക്കാനോ നമ്മുടെ പൂർവീകരായ ഉപ്പാപ്പമാര്, ഉലമാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ പലരും ഇല്ല. ഉമ്മാമ്മമാര് നിറഞ്ഞ ഈമാനോടെ നടന്നിരുന്ന പലരും ഇല്ല. എന്തേ കാരണം? അവർക്ക് നൽകിയ അർഹമായ പരിഗണന വെച്ച് അല്ലാഹു നേരത്തെ വിളിച്ചു. വലിയ വലിയ ഫിത്നകൾക്കൊന്നും സാക്ഷിയായി നിൽക്കാതെ, ആ രംഗങ്ങളിലൊന്നും അവർക്ക് ഈമാനികമായി മാറ്റം സംഭവിക്കാതെ നേരത്തെ അല്ലാഹു ജല്ല ജലാലുഹു അവരെ വിളിച്ചു. ഈമാനുള്ള മനുഷ്യന്മാരിൽ ഒരൊറ്റ മെമ്പറും ഇല്ലാത്ത കാലത്താണ് ലോകത്തെ ഏറ്റവും വലിയ അവസാനമായിട്ട് ഭൂമിയും ആകാശവും ഒക്കെ തകർന്ന് തരിപ്പണമായി ഒരു പുതിയ പ്രതലം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം വരുന്നത് എന്ന് പറയുമ്പോ, മുഅ്മിനായ മനുഷ്യനെ നേരത്തെ കൊണ്ടുപോകുന്നതിന് അവന്റെ ഈമാനിന്റെ ഒരു മഹത്വം ഉണ്ട്. അവനൊരു വലിയ പരിഗണന അല്ലാഹു നൽകുന്നുണ്ട്. ദുഷ്ടജനങ്ങളെല്ലാവരും പല ഭാഗത്തും മരിച്ചങ്ങ് വീഴുമ്പോ ഒരുപക്ഷെ അവരെ ഖബറടക്കാനോ അവരെ കുളിപ്പിച്ചൊന്ന് മറമാടാനോ ഇവിടെ ആരും തയ്യാറാകില്ല. അത്രയും പേടിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ലാസ്റ്റ് ഘട്ടങ്ങളിൽ നടക്കുന്നത്. ഈമാനുള്ള മനുഷ്യനതിന്റെ മുമ്പ് പിരിയുമ്പോ അവരെ മറവ് ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. മനുഷ്യന്മാര് ഭൂമി ലോകത്ത് ബാക്കിയുണ്ട്. പക്ഷേ ഈമാനുള്ളവരെ മുഴുവനും അല്ലാഹു കൊണ്ടുപോയി. പിന്നെ ദുഷ്ടജനങ്ങൾ ബാക്കിയാകുമ്പോ ബാക്കിയുള്ള വിഷയങ്ങൾ അവരിലൂടെ അല്ലാഹു തആല നടപ്പിലാക്കുന്നു. ഈമാൻ അല്ലാഹു നൽകുന്ന വലിയ പരിഗണനയാണത്. ആ ഈമാൻ അല്ലാഹു നമുക്ക് ദായിമാക്കി തരട്ടെ. ഈമാനിൽ നിന്ന് വിട്ടുപിരിയുന്നൊരു സാഹചര്യം ഇല്ലാതെ അല്ലാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാൻ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. ഈമാൻ എന്ന അനുഗ്രഹത്തെ വികസിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും ഞാനും നിങ്ങളും എപ്പോഴും സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഈമാനിന് പരിക്കേൽപ്പിക്കുന്ന വിധം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ കുഴഞ്ഞു മറിയരുത്. ഒരു ലോക്കൽ ഈമാനായിട്ട് നമ്മുടെ ഈമാൻ അധപ്പതിച്ച് എന്തെങ്കിലും ഗൗരവമാർന്നൊരു വിഷയം വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഈമാൻ പാറിപ്പോകുന്ന, പറന്നുയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ അവസ്ഥ മാറിപ്പോകരുത്. അങ്ങനെ മാറുമോ? മാറും. ഈമാനിന് യശസ് നൽകുന്ന, ഈമാനിന് ഊടും പാവും നൽകുന്ന വിഷയം നല്ല നല്ല അമലുകളാണ്. അതുകൊണ്ടാണ് എല്ലാവരും എപ്പോഴും ഖുർആൻ ഓതുന്ന സമയത്ത് ഈമാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് ഉടനെ വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാനിന്റെ ഉടനെ സൽക്കർമ്മങ്ങൾ എന്നൊരു പ്രയോഗം, സുഹൃതങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തവർ എന്ന് എളുപ്പത്തിൽ തന്നെ തൊട്ടുടനെ തന്നെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഈമാന് മാത്രം പോരാ, അമലും കൂടെ വേണം. അങ്ങനെ ചില വാദക്കാരുണ്ടായിരുന്നു പഴയകാലത്ത്. അങ്ങനത്തെവരുണ്ടോന്ന് അറിയില്ല. പഴയകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു.
അവരോതി ആയത്ത് അതല്ലേ രസം. ആയത്ത് ഓതാത്തവരാരാ ലോകത്ത്? അതിനോതി ആയത്ത്. ഇപ്പൊ അടുത്ത കാലം വരെ ഉണ്ടാകുന്ന ഒരു ടീം, അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. എന്താ അവരെ വാദം എന്ന് പറയും? ഈമാൻ ഉണ്ടായാൽ മതി. PH പ്രസ്ഥാനക്കാർ പറയുന്നത് ഈമാൻ ഉണ്ടായാൽ മതി, പിന്നെ ഒന്നും പ്രശ്നമല്ല. ഈമാൻ ഉണ്ടായാൽ പിന്നെ എന്തും ചെയ്യാം, ഇനി അമലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈമാൻ ഉണ്ടല്ലോ, ഓ മതി. അങ്ങനെ വാദഗതിയുമായിട്ട് വന്നാൽ അതിൽ മെമ്പർമാർ കൂടാ ചെയ്യാ, കുറയില്ല. കാരണം ആൾക്കാർക്ക് എളുപ്പല്ലേ. തക്കാലീഫ്, തക്ലീഫാത്ത്, പ്രയാസങ്ങൾ, കീർത്തനകൾ ഒന്നുമില്ല. പിന്നെ വിശ്വസിച്ചോ, വിശ്വസിച്ചു, സ്വീകരിച്ചോ, സ്വീകരിച്ചു, മതി. ആ ഈമാനോടുകൂടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചിരുന്ന വൻകുറ്റങ്ങൾ എന്ത് ചെയ്താലും മുഅ്മിനായ മനുഷ്യനൊരു പ്രശ്നമില്ല. അങ്ങനെ തത്വമുണ്ടോ ലോകത്ത്? ഇല്ല. ചില വാദക്കാരുടെ അഭിപ്രായ പ്രകാരം എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്തു പോയാൽ ഉടനെ അയാൾ ഈമാൻ അങ്ങ് തെറിച്ചു പോകും. അങ്ങനെയില്ല. കാരണം സംഘട്ടനങ്ങൾ നടത്തിയ ആളുകളെ പറ്റി അല്ലാഹു ഖുർആനിൽ മുഅ്മിനീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കലഹങ്ങൾ നടത്തിയവരെ പറ്റി അല്ലാഹു മുഅ്മിനീങ്ങൾ എന്ന് തന്നെ ആ പേര് പറഞ്ഞത്. വൈൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ, മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗം പരസ്പരം ഏറ്റുമുട്ടിയാൽ, അത് രണ്ട് കുടുംബങ്ങളാകട്ടെ, അയൽവാസികളാകട്ടെ, നാട്ടുകാരും അപ്പുറത്തുള്ള നാട്ടുകാരുമാകട്ടെ, രണ്ട് മഹല്ലത്തുകാരാകട്ടെ, രണ്ട് ചേരി പ്രദേശത്ത് താമസിക്കുന്നവരാകട്ടെ, അവർ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഫഅസ്ലിഹൂ ബൈനഹുമാ, നിങ്ങളത് നോക്കി നിൽക്കുകയല്ല വേണ്ടത്, അവർക്കിടയിൽ സൗഹാർദ്ദമുണ്ടാക്കണം, രജ്ഞിപ്പുണ്ടാക്കണം, ഐക്യമുണ്ടാക്കണം, ഇണക്കമുണ്ടാക്കണം. അവരെ പറ്റി പറഞ്ഞപ്പോഴും അല്ലാഹ് പ്രയോഗിച്ച വാക്ക് മിനൽ മുഅ്മിനീൻ. ഈ വാക്ക് തർക്കങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കിയിട്ടും മുഅ്മിൻ എന്ന പേര് പോയിട്ടില്ല. ദുർവാദക്കാരുടെ വാദം എന്തെങ്കിലും ഒരു വൻകുറ്റങ്ങളുമായ ആള് മുന്നോട്ട് നീങ്ങിയാൽ ആൾ ഈമാൻ എന്ന് പുറത്താണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒറ്റടിക്ക് പറഞ്ഞൂടാ. കാരണം മുഅ്മിനായ മനുഷ്യന് പുറത്തു കൊടുക്കുന്നവനും സ്ഥാനം കൊടുക്കുന്നതും അല്ലാഹുവാണ്. ഈമാൻ ഉണ്ടോ? ഇനി നിസ്കാരം വേണ്ട, നോമ്പ് വേണ്ട, പള്ളിയിലേക്ക് പോകേണ്ടതാ, മറ്റു വിഷയങ്ങളൊന്നും വേണ്ട, ഈമാൻ ഇല്ലേ, അത് മതി. അത് ഉണ്ടായാൽ തന്നെ എല്ലാ നിലക്കും രക്ഷപ്പെടും. അങ്ങനെ ഒരു വാദഗതിയും പഴയ കാലത്ത് ദുർവാദികൾക്കുണ്ടായിരുന്നു, PH പ്രസ്ഥാനക്കാർക്കുണ്ടായിരുന്നു, മുബ്തദികൾക്കുണ്ടായിരുന്നു. ഉലമാക്കൾ പറഞ്ഞു ആ വാദവും ശരിയല്ല. കാരണം ഈമാനുള്ള മുഅ്മിനീങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നപ്പോൾ അതിന്റെ പ്രായശ്ചിത്തം നിർവഹിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ ഒരു കുറ്റമില്ലെങ്കിൽ അവരോട് സാരമില്ല എന്നല്ലേ പറയേണ്ടത്? വലിയ സ്വഹാബിയല്ലേ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മായിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞല്ലോ, തുഖിർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണേ. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല മായിസേ, നിങ്ങൾ ശുദ്ധിയാക്കാൻ നിങ്ങൾ നജസിലേറ്റ് പോയി വീണിട്ടുണ്ടോ? നജസ് പോയി വീണിട്ടുണ്ടോ? അല്ല നബിയെ, എന്നെ ശുദ്ധിയാക്കി തരണം. വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് തോന്നിയതാകും, നിങ്ങൾക്ക് വല്ലതും അങ്ങനെ പ്രശ്നം തോന്നിയതാകും, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്യാനൊക്കെ തോന്നിയതാകും. അല്ല നബിയെ, അങ്ങനെയൊന്നും അല്ല, സത്യത്തിൽ എന്നെ ഒന്ന് ക്ലിയർ ആക്കി തരണം. എന്താണോ എനിക്കുള്ള ശിക്ഷാവിധി നടപ്പിലാക്കി തരണം. നല്ല ഈമാനിന്റെ ബോധത്തോടെയാണ് സത്യത്തിൽ ഇത് വന്ന് ഏറ്റുപറയുന്നത്. ഈമാനോടുകൂടെ ഇങ്ങനെ ഒരു കബീറത്ത് പ്രശ്നമല്ലെങ്കിൽ അത് സാരമില്ല, നിങ്ങളങ്ങ് പൊയ്ക്കോളൂ എന്നല്ലേ തങ്ങൾ പറയേണ്ടത്. ശരിയാ നിലക്ക് വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോ മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് അർഹിച്ച ശിക്ഷാ നടപടി തങ്ങൾ സ്വീകരിച്ചു. ആ മായിസ് റളിയല്ലാഹു അൻഹുവിന് എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ കൊടുക്കുമ്പോ ഒരാള് ആക്ഷേപിച്ചുകൊണ്ടൊരു വർത്തമാനം പറഞ്ഞു മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പറ്റി, മുഅ്മിനീങ്ങളെ, സമൂഹത്തിൽ വൻകുറ്റം ചെയ്യുന്ന ഏതെങ്കിലും ഈമാനുള്ള ഒരു മനുഷ്യനെ കാണുമ്പോ പരിഹസിക്കണ്ട, ആക്ഷേപിക്കണ്ട, തരം താഴ്ത്തണ്ട. അവരും മാപ്പിന് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുകയാണ് നമ്മളെ സ്വഭാവം വേണ്ടത്. അവനാ ചെയ്ത തെറ്റ് തന്നെയാണ്, അവനും പുറത്തു കിട്ടാൻ ദ്വാർക്കണം, അവനും നന്നാകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വാക്ക് കേട്ടു. എന്താണ് ആ വാക്ക്? എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്തത്. ഇത്രയൊക്കെ വലിയ ഇടങ്ങേറ് ചെയ്ത
ചെയ്തിട്ടില്ലേ എങ്ങനെ കേൾക്കേണ്ടി വന്നത്? തങ്ങൾ പറഞ്ഞു ലാ തൽഅനൂ, മാഇസ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കുറ്റം പറയരുത്, ശപിക്കരുത്, ആക്ഷേപിക്കരുത്. മാഇസ് റളിയല്ലാഹു അൻഹു ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലഖത് താബ തൗബതൻ ലൗ ഖുസിമത് ബൈന അഹ്ലിൽ മദീനതി ലവസിഅതുഹും. ഒരൊറ്റ തൗബ ചെയ്തിട്ടുണ്ട്. ഇക്കാണുന്ന മദീനയിൽ ജീവിക്കുന്ന മൊത്തം ആളുകൾക്ക് ആ തൗബയൊന്ന് വിതരണം ചെയ്താൽ, വിഹിതം വെച്ചാൽ എല്ലാവർക്കും ആ ഒരൊറ്റ തൗബ മതിയാകും. അത്തരത്തിൽ സ്വീകാര്യോഗ്യമായ തൗബയാണ് മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്തത്. അതുകൊണ്ട് ഇത്തരത്തിൽ തൗബ ചെയ്ത് ജീവിതം വിശുദ്ധമായി അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ച മായിസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. ഈമാനോടുകൂടെ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്ത് സാരല്ല, ഈമാനില്ല, പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പോരെ? ഈമാൻ ഉണ്ടെങ്കിൽ ഇനി ഒന്നൊരു അമലും ചെയ്യേണ്ടതില്ല എന്നുള്ള വാദമുണ്ടോ? ഇല്ല, അത് ശരിയല്ല. ഈമാൻ ഉണ്ടെങ്കിൽ ശരിക്ക് നല്ല അമലും വേണം. ആ അമലിനെ ഒഴിവാക്കിയിട്ട് എനിക്ക് ഈമാനുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല എന്ന ചിന്തയല്ല വേണ്ടത്. പിന്നെയോ എന്റെ ഈമാൻ അത് നല്ല കെട്ടുറപ്പോടെ ശക്തമായി നിൽക്കണം. ഒരു ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല എന്ന നിലക്ക് നല്ല അമലുമായി കരുത്തോടെ മുന്നോട്ട് പോകണം. എത്ര അമല് ചെയ്താലും മതിയാകാത്തൊരു മനസ്സ്, അതാണ് മുഅ്മിനീങ്ങൾക്കുണ്ടാകേണ്ടത്. അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. സ്വാലിഹീങ്ങളെ ചിന്തിച്ചു നോക്കൂ, അവർക്ക് എത്ര നിസ്കരിച്ചിട്ടും പൂതി മാറിയിട്ടില്ല, എത്ര ദിക്ർ ചൊല്ലിയിട്ടും അവർക്ക് തികഞ്ഞിട്ടില്ല, എത്ര സ്വതക്ക കൊടുത്തിട്ടും അവർക്ക് മതിയായിട്ടില്ല, എത്ര ഇത്തികാഫ് ഇരുന്നിട്ടും അവർക്ക് മതിയായിട്ടില്ല, മുസ്ഹഫിലേക്ക് എത്ര നോക്കിയിട്ടും അവർക്ക് മതി വന്നിട്ടില്ല, സ്വാലിഹീങ്ങളെ ജിവാറിൽ എത്ര പോയിരുന്നിട്ടും അവർക്ക് നിർത്താനായിട്ടില്ല, ഇൽമ് എത്ര പഠിച്ചിട്ടും അവർ മതിയാക്കിയിട്ടില്ല, പ്രായം എത്ര കൂടിയിട്ടും ഇൽമ് പഠിക്കുന്നത് നിർത്തിയിട്ടില്ല, കുടുംബ ബന്ധം പുലർത്തിയിട്ട് അത്യാവശ്യക്കായില്ലേ എന്ന് കരുതി മതിയാക്കിയിട്ടില്ല. സുഹൃതങ്ങൾ ഏതെല്ലാമുണ്ടോ അതിൽ തപസ്സിരുന്നവരാണ് മുൻഗാമികൾ. മുൻകാലത്തുള്ള മഹാന്മാരതുകൊണ്ട് അവർക്കതിൽ മതി വന്നിട്ടില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ ഏത് കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. ദിക്ർ ചൊല്ലി ലക്ഷക്കണക്കിന് ദിക്ർ ചൊല്ലി മതിയാക്കിയോ? ഇല്ല. ഒരുപാട് കർമ്മങ്ങൾ ഉള്ളതോടുകൂടെ തന്നെയാണ് ഈ കാര്യങ്ങളും ചെയ്യുന്നത്. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇൽമു കൊണ്ട് അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്ത മഹാനല്ലേ. മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദർസ് നടത്താൻ സ്വഹാബിമാര് ചുമതലപ്പെടുത്തിയതിന്റെ മഹാനവറുകളുടെ വലിയ സ്ഥാനമാണ്. എവിടെയാ ദർസ് നടത്തുന്നത്? ആരാണ് അതിനു മുമ്പ് മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സ്വഹാബത്തിന് ദർസ് നടത്തുന്നത്. ഈ സ്റ്റേജിന്റെ വലുപ്പമല്ല, അതിന്റെ ഒരു പകുതി വലുപ്പമുള്ള ഒരു തിണ്ണ, ഒരു സുഫ ഇപ്പോഴും മദീനത്തെ പള്ളിയിലുണ്ട്. അവിടെ ഇൽമിനെ ദാഹിച്ചുകൊണ്ട് മുത്തഅല്ലിമുകൾ വന്നിരിക്കും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. അവർക്ക് പകല് മുഴുവനും ഇൽമ പറഞ്ഞു കൊടുക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ഹുറൈറ തങ്ങൾക്കൊരു മാലുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ അങ്ങനത്തെ മാല ഉണ്ടാകൂല. 1000 മണിയുള്ള മാലയാണ്. ഇവിടെ നമ്മളെ വീട്ടിൽ 1000 മണിയുള്ള മാല, നമ്മളെ വീട്ടിൽ 33 ഉണ്ടാവും, ഏറിപ്പോയാൽ 100 ഉണ്ടാകും. 1000 മണിയുള്ളൊരു മാലയുണ്ട്, തസ്ബീഹ് മാല. പകല് മുഴുവനും ഇൽമിന് ഖിദ്മത്തെടുത്തു വന്ന മഹാനല്ലേ. സ്വഹാബിമാരിൽ വലിയ സ്ഥാനമുള്ള ആളല്ലേ. അതും ദർസ് നടത്തിയത് മദീനത്തെ പള്ളിയിലല്ലേ. സഹോദരങ്ങളെ, എന്നിട്ട് അതൊക്കെ മതി എന്ന് കരുതിയിട്ട് വിശ്രമിച്ചോ? ഇല്ല. സുയൂത്തി ഇമാം തങ്ങൾ പറയുന്നു, ഈ മാലമണി ഇങ്ങനെ മറിച്ചിട്ട് കട്ടില് മഹാനവറുകൾ അങ്ങനെ ഉറക്കം വരാത്തൊരു കിടത്തമുണ്ട്. ഉറക്കം സ്വീകരിക്കാതെ ഈ മാല ഇങ്ങനെ മറിക്കും, ആവർത്തിച്ച് മറിക്കും 12 തവണ. അപ്പോ ഇശാന്റെ ശേഷം വന്നിട്ട് പിന്നെ 12,000 ദിക്റാണ് ചൊല്ലുന്നത്. മരിച്ചിട്ട് ആരോ പേരിൽ ചൊല്ലുന്ന ദിക്റല്ല, ഓരോ ദിവസവും ചൊല്ലുന്നു. ഒരു മാസമാകുമ്പോഴേക്ക് എത്ര ലക്ഷം ദിക്റാണ്, ഒരു വർഷമാകുമ്പോഴേക്ക് എത്ര ലക്ഷം ദിക്ർ, എത്ര കോടിയാണ് എത്തുന്നത്. എന്താണ് അവരുടെ താല്പര്യം?
എത്ര അമൽ ചെയ്തിട്ടും എത്ര അമൽ ചെയ്തിട്ടും മതിയായി മതിയായി എന്നൊരു തോന്നലില്ലാത്ത മഹാന്മാർ. കുറെ ആയില്ല ഞാനൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പൊ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഇങ്ങനെ ആയില്ലേ, ഇങ്ങനൊക്കെ മതി എന്ന നിലക്കല്ല. സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. അവരെങ്ങനെയാ ചിന്തിച്ചത്? എത്ര ചെയ്തിട്ടും ഇത്രക്കായിട്ടും മതി എന്നതല്ല, മതിയായിട്ടില്ല എന്നാണ്. എന്നിട്ടാരെങ്കിലും പോയി ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്തോ? ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാ പറയാ. വലിയ സ്വതക്ക നൽകിയിട്ട് സ്വഹാബി വനിതകളിൽ വലിയ സ്ഥാനം ഏറ്റുവാങ്ങിയ മഹദിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വഫാത്തിന്റെ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയിട്ട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയ സുഹൃതങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞപ്പോ മഹദി പറയുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഇത് പറയുമ്പോ നമ്മൾ ആലോചിക്കണം. ചുരുങ്ങിയ സൗകര്യങ്ങളുള്ള റൂമിൽ കഴിഞ്ഞ് വിശാലമായ അമലുകളുടെ പട്ടിക ഓരോ ദിവസവും ചെയ്തു തീർത്തവരാൻ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് ഇടയിലൂടെ കണ്ണോടിച്ച് ഓതുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ പലപ്പോഴും സജലമായിട്ടുണ്ട്. കുറെ നേരം ഇരുന്ന് ആലോചിച്ച് മഹദി കരഞ്ഞിട്ടുണ്ട്. അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അമലല്ലേ? ആ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ പകർത്തിയിട്ട് ദുനിയാവിൽ ഒരു നിലക്കും ഒരു ധാരാളിത്തം ഒരു വിഷയത്തിലും സ്വീകരിക്കാത്ത മഹദിയാണ്. സാമ്പത്തികമായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് എന്ന് ചിന്തിക്കരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്ത് തങ്ങളുടെ ഹയാത്ത് കാലത്ത് സ്വതക്ക കൊണ്ടുവരുന്നതിനേക്കാൾ അധികം വഫാത്തിന് ശേഷം സഹാബത്ത് സ്വതക്ക കൊണ്ടുവന്ന് വെച്ചിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയും, കച്ചവടത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച കിട്ടിയ ലാഭമാണ്, ലാഭത്തിന്റെ ഒരു പങ്കാണ് ഇവിടെ കൊണ്ടുവച്ചത്. ഇത് 1000 ദിർഹമുണ്ട്, നിങ്ങൾ എടുത്തോളി. തങ്ങളെ കാലത്ത് ഈ വീട്ടിലാണല്ലോ സാധാരണ ഹദിയ കൊണ്ടുവരില്ല, സ്വതക്ക കൊണ്ടുവരില്ല. അതുകൊണ്ട് ആ പതിവ് തെറ്റിക്കാതെ എപ്പോഴും കൊണ്ടുവന്നാണ്. സാധാരണ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമ്പോൾ പാല് കൊണ്ടുവരാറുണ്ട്, ആഴ്ചയിൽ ആ പാലാ കൊണ്ടുവന്നത്. ഇത് ഉദാഹരണമാണ്, ഇങ്ങനെ ഓരോരുത്തരും കൊണ്ടുവന്ന് നോക്കും. അതിൽ നിന്ന് ഒരാഴ്ച വന്നത് എടുത്തൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ ആ മദീനന്റെ പരിസരത്ത് ഒരു 10-25 ഏക്കറൊക്കെ വാങ്ങാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വാങ്ങുന്നത് തെറ്റുണ്ടോ? പിന്നെന്താ മഹദി ചിന്തിച്ചത്? ഈ വീട്ടിൽ തന്നെയല്ലേ ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞത്, ഇത് മതി, ഇത് മതി, എനിക്ക് മക്കളൊന്നുമില്ലല്ലോ, ആരുമില്ലല്ലോ, ഇവിടെ ജീവിക്കാൻ കുഴപ്പമില്ലല്ലോ, ഇത് മതിയല്ലോ. പിന്നെ ഇതെന്ത് ചെയ്തു? അത് കൊടുത്തു. അതപ്പോൾ കൊടുക്കും. ബാക്കിയുള്ള ഭാര്യമാരിലേക്ക് കൊടുക്കും, തങ്ങളെ അടുത്ത കുടുംബക്കാരിലേക്ക് കൊടുക്കും. മദീനയിലെ പാവപ്പെട്ട മിസ്കീന്മാര്, ഫക്കീറന്മാര്, സ്വഹാബിമാര്, താബീങ്ങൾ അവരിലേക്ക് കൊടുത്തേക്കും. ഇങ്ങനൊക്കെ കൊടുത്ത് വിശുദ്ധ ഖുർആനിന്റെ ഇൽമു ധാരാളം ശിഷ്യന്മാരെ സ്വീകരിച്ച സ്വഹാബി വനിതയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. സ്വഹാബി വനിതകളിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസ് വായിക്കാത്ത ദിവസേതാ? പക്ഷേ മഹദി പറയുന്നു, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്തിട്ട് അതിന്റെ ആഗ്രഹം തീർന്നിട്ടില്ല, അമൽ ചെയ്തിട്ട് അതിന്റെ പൂതി മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ചില മഹാന്മാർ ദുനിയാവിൽ ചെയ്ത അമല് വീണ്ടും ചെയ്യാൻ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചില്ലേ ഖബറിലെത്തിയ ശേഷം? ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധം കഴിഞ്ഞ ശേഷം പിറ്റേന്ന് ഇങ്ങനെ നടക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, അല്ല ജാബിറേ, വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ മുഖത്ത്, എന്താണ്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമല്ല നബിയേ, ഞാൻ വീട്ടിൽ പോയി നോക്കുമ്പോ എനിക്ക് പെങ്ങന്മാര് കുറെ ഉണ്ട്, എല്ലാവരും ചെറിയ പ്രായക്കാരാണ്.
ഇന്നലെ ബാപ്പ ഷഹീദായല്ലോ, ബാപ്പയുണ്ടെങ്കിൽ അവരൊക്കെ നോക്കാൻ എനിക്കവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ബാപ്പ തന്നെ ധാരാളമാണല്ലോ. അവരുടെ ബാധ്യത കൂടി ചുമതല കൂടി എന്റെ പെരടിയിൽ വന്നു. ബാപ്പ എങ്ങ് ഷഹീദായി പോവുകയും ചെയ്തു. ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ജാബിറേ, ഒന്ന് അടുത്തു വരൂ, നിങ്ങൾക്ക് ഞാനൊരു സന്തോഷം പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാക്കളോടൊക്കെ അല്ലാഹു സംവദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഉഹുദ് ശുഹദാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവദിച്ചു. ഇന്നലെ റബ്ബ് തആല അവരോട് ചോദിച്ചു, ശുഹദാക്കളോട്, എന്ത് വേണം നിങ്ങൾ ആഗ്രഹിച്ചോളൂ, തരാം. എന്താ വേണ്ടത്? നിങ്ങൾ ഇവിടെ വിശ്രമിക്കുന്ന ലോകത്ത് എന്ത് വേണം? എന്തും തരാം, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ തരാം. ആ ശുഹദാക്കൾ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ ജാബിറേ? അവര് പറഞ്ഞു, ഉറദ്ദു ഇല ദുനിയാ സാനിയാ ഫൗഖ്തലു ഫീ സബീലിക സാനിയാ. ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്നുകൂടി നീ മടക്കി തരണം, എന്നിട്ട് നിന്റെ മാർഗത്തിൽ ഒന്നുകൂടി ഷഹീദായി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനാണ് എന്ന് പറഞ്ഞാൽ ഷഹാദത്തിന്റെ മധുരം അനുഭവിച്ചപ്പോ അത് മതിയായി എന്നവർക്ക് തോന്നിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ പറയാണ്, പടച്ചോനെ, എന്തും ചോദിക്കാനല്ലേ പറഞ്ഞത്, ആഗ്രഹിക്കുന്നതൊക്കെ ചോദിക്കാനല്ലേ പറഞ്ഞത്. ഞങ്ങൾ ആഗ്രഹം എന്താണെന്നറിയോ? നീ ഒന്ന് മടക്കിത്താ, ഞങ്ങൾ വീണ്ടും നിന്റെ സബീലിലായി, നിന്റെ മാർഗത്തിലായി നല്ലവണ്ണം പോരാടി തിരിച്ചു വരാം. അല്ലാഹു പറഞ്ഞു, ഖസ്സബക മിന്നിൽ ഖൗൽ അന്നഹും ലാ യർജിഊൻ. എന്റെ നേരത്തെയുള്ള തീരുമാനമാണ്, ഇങ്ങോട്ട് വന്നവർ തിരിച്ചു മടങ്ങില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ എന്റെ ഹദ്റത്തിലേക്ക്, ഇനി തിരിച്ചൊരു മടക്കല്ല. ഇനി നിങ്ങൾക്കുള്ളൊരു പുനർധാരണമാണ്, പുനർജീവിതമാണ്. ആ സമയത്ത് ശുഹദാക്കൾ നിങ്ങളെ ഉപ്പയടക്കം പറഞ്ഞു, എങ്കിൽ അല്ലാഹ് ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ കൂട്ടുകാർ, ഞങ്ങളെ സ്നേഹിതന്മാർ, സഹോദരങ്ങൾ നാട്ടിലുണ്ട്, ഞങ്ങളെ മക്കളുണ്ട്, പേരമക്കളുണ്ട്, പലരുണ്ട്. ഞങ്ങളുടെ സന്തോഷ വാർത്ത അവരെ നീ ഒന്ന് അറിയിക്കണം. അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി പോയ മഹത്തുക്കളെ പറ്റി അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർ ജീവിച്ചിരിക്കുന്നവരാണ്, റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവർക്ക് സ്വർഗീയ ഭക്ഷണം നൽകപ്പെടുന്നു. അവരാ ഖബറിൽ വല്ലാത്ത സന്തോഷത്തിലാണ്. ബർസഖിയ ലോകത്തും അവരുടെ ആത്മാവുകൾ നിലകൊള്ളുന്നിടത്തും ഫരിഹീന, വല്ലാതെ സന്തോഷിക്കുന്നവരാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളി, അല്ലാഹ് നൽകിയ ഔദാര്യം കൊണ്ട് വല്ലാതെ സന്തോഷിക്കുന്നവരാണ്. ദുനിയാവിലുള്ള ആളുകൾക്ക് അവർ മെസ്സേജ് തരുന്നുണ്ട്, വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം. അവരെ പിറകിൽ വന്നെത്തിയിട്ടില്ലാത്ത ഇപ്പൊ ദുനിയാവിലുള്ള മക്കളോട്, പേരമക്കളോട്, ശിഷ്യന്മാരോട്, പിന്നാലെ വരുന്നവരോടൊക്കെ അവര് നൽകുന്ന മെസ്സേജ്, ഞങ്ങൾ നിലനിന്ന മാർഗത്തിൽ അടിയുറച്ച് ഈമാനോടെ നിൽക്കണം, എന്നിട്ട് നന്നായി ദീനിന് വേണ്ടി അധ്വാനിക്കണം, ശരീരവും സമ്പത്തും അതിനു വേണ്ടി ചെലവഴിക്കണം. എന്നാൽ അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതേ മാർഗത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ ഒന്നും പേടിക്കാനില്ല, പാരത്രിക ജീവിതത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ. വലാഹും യഹ്സനൂൻ, ദുനിയാവിൽ ചെലവഴിച്ചതിനെ പറ്റി നഷ്ടബോധവും വരില്ല, ദുഃഖവും വരില്ല, നല്ല സന്തോഷത്തോടെ കഴിയാം. ഇത് കേട്ടപ്പോ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഏറെ സന്തോഷമായി. ബാപ്പാന്റെ ഈ ഷഹാദത്തിന്റെ മധുരം ജാബിർ റളിയല്ലാഹു അൻഹു മറ്റു സ്വഹാബിമാരും കൂടി അനുഭവിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അവിടെ എത്തിയിട്ടും അമലിന്റെ താല്പര്യം അവർക്ക് മാറിയിട്ടില്ല.